നമസ്കാരം. പിറവം നിയോജക മണ്ഡലത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ വോട്ടേഴ്സിനോട് ചോദിക്കുന്ന പരിപാടി വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. 2 ദിവസങ്ങളായിട്ട് പിറവത്തെ വിവിധ മേഖലകളിൽ നമ്മൾ ആൾക്കാരോട് രാഷ്ട്രീയവും അതുപോലെ വികസനവും ആർക്കൊക്കെ എന്തൊക്കെ വികസന നേട്ടങ്ങളാണ് ഉള്ളതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ കരവട്ടക്കുരിശ് മുതൽ ഈ മാർക്കറ്റ് റോഡിൻ്റെ ഏരിയയിലുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മളൊന്ന് ചോദിക്കാനുള്ള പരിപാടിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ ഈ ഭാഗത്തൊക്കെ നല്ല ഒരു മഴക്കുള്ള ലക്ഷണമുണ്ട്. അപ്പോൾ മഴയുടെ ലക്ഷണം കൊണ്ട് നമ്മൾ ആൾക്കാരോട് ചോദിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചേട്ടാ നമസ്കാരമുണ്ട്. ഇലക്ഷന്റെ ചൂടിലാണോ? തെരഞ്ഞെടുപ്പൊക്കെ സൂപ്പറല്ലേ? സൂപ്പറാണ്. സ്ഥാനാർത്ഥികളൊക്കെ എത്തി. എല്ലാ സ്ഥാനാർത്ഥികളും എത്തി. നല്ല മത്സരം ഉണ്ടാവുമല്ലോ. മത്സരം ഉണ്ടാവുമല്ലോ. എങ്ങനെയുണ്ട് വികസനമൊക്കെ? എങ്ങനെയുണ്ട് വികസനം? കുഴപ്പമില്ല, പോണു. ഇനി അധികം വികസനം വരാനുണ്ടല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇനിയും വികസനം വേണമെന്നുള്ളതാണ് അദ്ദേഹം പറയണത്. അപ്പോൾ നമ്മൾ മറ്റുള്ള പിറവത്തെ വോട്ടർമാർ തേടിയുള്ള പരിപാടിയിലാണ്. എന്താണ് നമസ്കാരം ചേട്ടാ, സ്ഥാനാർത്ഥികളെല്ലാം എത്തിക്കഴിഞ്ഞോ? പിന്നെ എത്തി. എല്ലാവരും വന്നു. ഇലക്ഷന്റെ ഒരു പ്രചരണ പരിപാടികളിലൊക്കെ ആൾക്കാരെല്ലാം എത്തി തുടങ്ങി. പിന്നെ ടൗണിനകത്ത് അത്യാവശ്യം എല്ലാവരും എത്തിയോ? പക്ഷെ എല്ലാവരും വന്നു. എങ്ങനെയാണ് പിറവത്തിന്റെ വികസനവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? നല്ല വികസനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഇനിയുമ്പം അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനിയും ഉണ്ടാവൂലേ അവസരങ്ങള്. അപ്പൊ എങ്ങനെയുണ്ട് ഈ സ്ഥാനാർത്ഥികളൊക്കെ? സ്ഥാനാർത്ഥി പട്ടിക നോക്കിയിട്ട് എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥി പട്ടിക 3 പേരും തുല്യരാണ്. ത്രികോണ മത്സരം ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ പിറവത്ത് ഒരു ത്രികോണ മത്സരം ഉണ്ടാകും എന്നാണ് പറയണത്. അപ്പൊ 3 സ്ഥാനാർത്ഥികൾ ഉള്ളവരിൽ നല്ലൊരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയാണ് അദ്ദേഹം തള്ളിക്കളയുന്നില്ല. എന്താണെങ്കിലും നമുക്ക് ഇനി ഇവിടെ നല്ല വൈകുന്നേരം ഇറങ്ങിയ കാരണം ചെറിയ മഴയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരോട് ചോദിച്ചു നോക്കാം. എന്താണെങ്കിലും പിറവം നിയോജക മണ്ഡലത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ട്. മോനെ നമസ്കാരം. പിറവം നിയോജക മണ്ഡലത്തിലെ ആളാണോ? പിറവത്ത് ഓർഡറാണോ? മോൻ ഈ പയ്യൻ പിറവത്തിൽ ഓർഡറാണ്. അങ്ങോട്ട് നോക്ക്. പിറവം നിയോജകത്തിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെല്ലാം എത്തിയോ? എനിക്ക് വോട്ടില്ല. എത്ര വയസ്സായി? എനിക്കിപ്പോ 23 വയസ്സായിട്ട് വോട്ടില്ല. വോട്ട് എടുത്തില്ല. വോട്ടേഴ്സ് പേര് കൊടുത്തില്ല. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞേ. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എനിക്ക് പറയാനൊന്നും അറിയില്ല. സ്ഥാനാർത്ഥികളൊക്കെ എത്തിയോ എല്ലായിടത്തും? വോട്ടർ ഇല്ല. അനുജയ്ക്കിപ്പോ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു പിറവം നിയോജകത്തിന്റെ വികസനത്തെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഒന്നും പറയാറില്ല. എനിക്ക് എന്നാലും അനുജയ്ക്ക് നല്ലൊരു ആളാന്ന് എനിക്കറിയാം. അത്ര അറിയാം. ചേച്ചിയുടെ മനസ്സിൽ അനൂപിയൊക്കെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, വിജയിക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഇനി താഴത്ത് കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്താണെങ്കിലും ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? തെരഞ്ഞെടുപ്പ് കുഴപ്പമില്ല. സ്ഥാനാർത്ഥികളെല്ലാം എത്തി. വീടുകളിലൊക്കെ എത്തി. മത്സരം ഉണ്ടാവും ഇത്തവണ? അങ്ങോട്ട് നോക്കിട്ട് മത്സരം ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഒന്ന് ചോദിക്കാം. അവിടെ നിന്ന് കിട്ടുമോന്ന് അറിയില്ല. സൗണ്ട് കിട്ടൂല രഞ്ജിത്ത്. ഇപ്പഴാ ചേട്ടാ നമസ്കാരമുണ്ട്. തിരക്കിലാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. എന്നാലും രഞ്ജിത്തിന് അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? ചേട്ടാ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം? അങ്ങോട്ട് നോക്കിയിട്ട് ഇലക്ഷൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന തോന്നുന്നു. നന്നായിട്ട് പോകും. സ്ഥാനാർത്ഥികളെല്ലാം എത്തിയോ? സ്ഥാനാർത്ഥികള് ഓർഡറാണോ? അല്ല, UDF-ന്റെയും വന്ന് NDA-യുടെയും വന്നു. എങ്ങനെയുണ്ട് പിറവത്ത് ഇപ്രാവശ്യം ഒരു മത്സരം ഉണ്ടാവുമോ? ഒരു മത്സരം പറഞ്ഞാൽ സാബു ചേട്ടനും അനുഭവം ചെറുതായിട്ടൊരു മത്സരം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ LDF UDF തമ്മിലുള്ള ഒരു മത്സരം വരാൻ സാധ്യതയുണ്ട്. ചേട്ടൻ പിറവത്തെ ഓർഡറാണോ? പിറവ നിയോജകമണ്ഡലം എവിടത്തെയാ? തൃശ്ശൂരുകാരനെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കോട്ടയത്തും അതുപോലെ കൊല്ലത്തും അരൂരും കിട്ടി. അപ്പൊ ആരാ അവിടുത്തെ സ്ഥാനാർത്ഥി? അവിടുത്തെ സ്ഥാനാർത്ഥിയും UDF-ന്റെ ശിവൻ വീട്ടിക്കുന്നാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. LDF-ന്റെ സ്ഥാനാർത്ഥി പ്രദീപ് UR മുൻ MLA ആണ്. മത്സരമാണ് അവിടെ ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും UDF LDF തമ്മിലുള്ള ഒരു കടുത്ത മത്സരമാണ് അവിടെ നോക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം 100% UDF സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് വരേണ്ടത്. സംവരണ സീറ്റായതുകൊണ്ട്
അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. എന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അവിടെ മത്സരം ഉണ്ടാവും, UDF തിരിച്ചു പിടിക്കും ആ മണ്ഡലം എന്നാണ് പറയുന്നത്. ഇപ്പൊ പിറവത്തെ വിവിധ മേഖലകളിലുള്ള ആൾക്കാർ പല പല സ്ഥലങ്ങളിലുള്ളവരാണ്. അപ്പൊ അവരോടൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുമായിട്ട്. നമുക്കൊരു ആളെയും കൂടി കിട്ടിയിട്ടുണ്ട്. നമസ്കാരമുണ്ട് മോനെ, തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണോ? അതെ, ചൂടിലാണ്. അപ്പൊ ചൂട് ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്. പക്ഷെ അപ്പൊ നിലവിൽ ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര വെയിലായിരുന്നു. അപ്പൊ വൈകുന്നേരം ഇറങ്ങിയപ്പോ രഞ്ജിത്ത് പറഞ്ഞു മഴയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ കുറച്ച് സമയം കൂടി ഉള്ളു. എങ്ങനെയുണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ്? നല്ല അടിപൊളിയായിട്ട് നടക്കണം. അടിപൊളിയാണ്. അപ്പൊ മത്സരം ഉണ്ടോ? മത്സരം ഉണ്ടല്ലോ, 3 പേരായിട്ട് ഭയങ്കര മനസ്സിലാണല്ലോ. നല്ല മത്സരമുണ്ട്. ഈ മത്സരം എന്ന് പറയുന്നത് ആ മത്സരത്തിനുള്ള സാധ്യതകൾ വരാൻ കാരണം എന്താ? സാധ്യതകൾ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേര് നല്ല ഇതാണ്, നല്ല ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും നോക്കട്ടെ. വികസനം ഉണ്ടോ അവിടെ? പ്രദർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭരണത്തിന്റെ ഇതിലാണല്ലോ. നടക്കുന്നുണ്ട്. എന്തായാലും ശരിയാവും. അദ്ദേഹം പറയാം എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലെല്ലാം ശരിയാകും എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വികസനം കുറച്ചും കൂടി വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. ഇവിടെ ഒരു ചേട്ടനിപ്പുണ്ട്, ആ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നല്ല പ്രചാരണമായിട്ട് പോകണം. വനത്തിൽ അനൂപ് ജേക്കബിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അനൂപ് ജേക്കബിന്റെ ഒരു വികസന കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പറയാനേ ഉള്ളൂ. നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനേ ഉള്ളൂ. അപ്പം അതിൻ്റെ ചുരുക്കം പറയാൻ നിസ്സാര കാര്യത്തിൽ പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരനാണ്. ടാക്സി ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറാണ്. അപ്പം ഒരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനൂപ് ജേക്കബ് ആദ്യമായിട്ട് ഇവിടെ മന്ത്രിയായിട്ട് വന്ന ആയിട ഞങ്ങളുടെ വീട്ടിലേക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലേക്ക് കയറിപ്പാനുള്ള റോഡ് ആകെ തവിടുകൂടിയായി കിടക്കും. ആ റോഡ് പുള്ളിക്കാരന് ഒരൊറ്റ വാക്ക് പറയണം, ഞാൻ ഇവിടെ MLA ആയിട്ട് മന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ശരിയാക്കി തരും. ആ പുള്ളി വന്നതിന് 3 മാസം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് റോഡ് ശരിയാക്കി തരുന്നത് ഞങ്ങളുടെ പേഴ്സണൽ റോഡാണ്. ആ റോഡ് ശരിയാക്കി തന്നു. പിന്നെ ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡ് പണിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനോഹരമായ ഒരു ഓട്ടോ സ്റ്റാൻഡ് വെയിൽ കൊണ്ടുണ്ടാകും, മഞ്ഞ് കൊണ്ടുണ്ടാകും, ഒന്നും കൊള്ളാതെ നല്ല രീതിയിൽ കൂടെ പണിത് തന്നത് MLA ഫണ്ടിൽ നിന്ന് അനൂപ് ജേക്കബിനേക്കൊണ്ട് അല്ലാണ്ട് വേറെ ആരെങ്കിലും സാധിക്കില്ല. വേറെ ആരും ചെയ്തു തന്നിട്ട് ഒരു ഞങ്ങൾ വെയിലും കൊള്ളുന്നില്ല, മഴയും കൊള്ളുന്നില്ല, ഒന്നാന്തരമായിട്ട് നന്നായിട്ട് പോകുന്നു. നല്ല സുഖമായിട്ട് പോകും. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അനൂപ് ജേക്കബ് നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, വിജയിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും വേറൊരാളെ കിട്ടിയിരിക്കുകയാണ്. പോകാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല. സ്ഥാനാർത്ഥികൾ എത്തിയോ? എല്ലാരും എത്തിയോ? എങ്ങനെയുണ്ട് മത്സരമുണ്ട്? കുറവ് നല്ല മത്സരമുണ്ട്. പുള്ളിനെ പിടിച്ചു നിർത്തിയതാണ്. ഓക്കെ, നമ്മള് മഴയ്ക്ക് മുമ്പ് അടുത്ത സ്ഥലത്ത് ഓടിക്കയറാൻ പോവുകയാണ്. ഒരു 2 പേരോട് കൂടി ചോദിച്ചതിന് ശേഷം നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചേട്ടാ നമസ്കാരമുണ്ട്. സ്ഥാനാർത്ഥികളെല്ലാം എത്തിക്കഴിഞ്ഞു? സ്ഥാനാർത്ഥികളെ ഗംഭീരമായ രീതിയിലൂടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? 3 പേര് കട്ട പിടിക്കും. അടിപൊളി മത്സരം, സൂപ്പർ മത്സരം. ആര് ജയിക്കും ആര് തോക്കും പറയാൻ പറ്റുമോ എന്ന് പറയാവുന്ന ഒരു സ്റ്റേജിലല്ല. അത് ഈ വികസനത്തെ കുറിച്ച് ചേട്ടന്റെ കാഴ്ചപ്പാടാണ്? ഇപ്പോഴത്തെ വികസനം ഇപ്പൊ നിലവിൽ ഒരു 5 വർഷം വികസനം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? 5 വർഷത്തെ വികസനം വളരെ മോശമാണ്. അപ്പൊ ഇനി വരാൻ പോണ സ്ഥാനാർത്ഥി ജയിച്ചു വന്നു കഴിഞ്ഞാൽ നല്ല വികസനം ഉണ്ടാകണം. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു വികസനം ഉണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ മഴയത്താണ് അങ്ങോട്ട് ഒരു 2 ഷോപ്പും കൂടി അങ്ങ് തീർക്കുമായിരുന്നെങ്കിൽ നമുക്കങ്ങ് തീർക്കായിരുന്നു. രഞ്ജിത്തിന് മഴ നനയാൻ പാടില്ലാത്തതാണ്. എന്താണെങ്കിലും അപ്പൊ അടുത്ത ഒരാളോടും കൂടി ചോദിച്ചിട്ട് നമുക്ക് ഈ പരിപാടി ഇങ്ങനെ തീർക്കാമെന്നുള്ളതാണ്. അപ്പൊ ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്കാം. ചേച്ചി നമസ്കാരമുണ്ട്. ഇലക്ഷനൊക്കെ ചൂടിലാണല്ലോ അല്ലേ? ചൂടിലാണോ? അതെ. സ്ഥാനാർത്ഥികളെല്ലാം എത്തിയോ? എല്ലാരും എത്തി. എങ്ങനെയുണ്ട് പിറവത്ത്? അനുവിന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. ജേക്കബിന് ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നുള്ളതാണ് ചേച്ചിയുടെ ഏറ്റവും വലിയൊരു കാഴ്ചപ്പാട്. ഒരാൾ അവിടെ ഒളിച്ചു നിൽക്കുന്നത്. ചേട്ടാ പിറവത്ത് വോട്ടറാണോ? അല്ല, എവിടത്തെയാ? കോട്ടയം കയറുവാ. ഈ കോട്ടയംകാരന് ഒരാൾ കിട്ടിയിട്ടുണ്ട്. കോട്ടയത്ത് എവിടെയാ? കോട്ടയത്ത് സ്ഥലമില്ലേ? പെരുവേലുള്ളതാണ്. അപ്പൊ കടുത്തുരുത്തി മണ്ഡലമാണോ? കടുത്തുരുത്തി മണ്ഡലത്തിൽ ആരോ സ്ഥാനാർത്ഥി? മോൻസ് ജോസഫിന്റെ മണ്ഡലത്തിലാണ്. വോട്ട് ചെയ്യാൻ പോവോ? പിന്നെ അദ്ദേഹം വോട്ട് ചെയ്തിരിക്കും, ഉറപ്പായിട്ട് വോട്ട് ചെയ്യും. അപ്പൊ എന്താണെങ്കിലും അദ്ദേഹം UDFന്റെ സ്ഥാനാർത്ഥി മോൻസ് ജോസഫിന് വോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. മഴയുള്ളത് കൊണ്ടാണ് നമ്മൾ വലിയ ആൾക്കാരോടൊന്നും അധികം ചോദിച്ചു പോകുന്നില്ല. ഇവിടെ വൈകുന്നേരം നേരത്തെ മഴയായത് കാരണം കട അടയ്ക്കാനുള്ള പരിപാടിയിലാണ്. നമസ്കാരമുണ്ട്. എന്താണ് തെരഞ്ഞെടുപ്പൊക്കെ? മഴ പെയ്ത് പോയിട്ടില്ല. മഴ പെയ്ത് തകർന്നോ? ഇല്ല. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ? ഒന്നും പറയാറായിട്ടില്ല. അപ്പൊ ഈ പിറവത്തെ ഒരു നിയോജക മണ്ഡലത്തിലെ എങ്ങനെയുണ്ട്? മത്സരം ഉണ്ടാവും? ത്രികോണ മത്സരമായിരിക്കോ? അത് രണ്ടുപേരുള്ള മത്സരം. എന്താണ് പറയാൻ കാരണം? അങ്ങോട്ട് ചോദിക്കാം. മത്സരം നല്ല ഇതാണ് നടക്കുന്നത്.
നല്ല സ്ഥാനാർത്ഥികൾ എത്തിക്കൊണ്ടാണ് സത്യമുണ്ട്. എത്തിക്കൊണ്ടാണ്. അപ്പൊ പിറവം നിയോജക മണ്ഡലത്തിൽ വികസനം ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ആൾക്കാർ മറുപടി പറയുന്നുണ്ട്. മത്സരം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ഇനി താങ്കളുടെ കാഴ്ചപ്പാടിൽ ഇനി എന്തെല്ലാം വികസനങ്ങളാണ് നമ്മുടെ ഈ ഒരു നിയോജക മണ്ഡലത്തിൽ എത്തേണ്ടത്? അത് ഒരുപാട് വികസനങ്ങൾ ഇനിയും വരാനുണ്ട്. താഴെ മറ്റേ നമ്മുടെ റോഡ് കടവ് പാലം, പിന്നെ നമ്മുടെ നെടുമ്പാശ്ശേരി ഹൈവേയുടെ പണി തീരാനുണ്ട്. ഒരുപാട് പരിപാടികൾ ഇനിയും വരാം. സ്റ്റേഡിയം വരാനുണ്ട്. അതൊക്കെ പിന്നെ സ്റ്റാൻഡിന്റെ ഇത് നമുക്ക് മാറ്റി ഇത് പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ സ്ഥല സൗകര്യം വർദ്ധിപ്പിക്കാനുണ്ട്. അതിന്റെയൊക്കെ പുതിയ പുതിയ വികസനങ്ങൾ ഇനിയും വരാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിരവധി വികസനങ്ങൾ ഇതിനോടകം തന്നെ എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു വികസന കാഴ്ചപ്പാടുകളാണ് വോട്ടുകളായി മാറാൻ പോകുന്നത്. ഏത് രീതിയിലുള്ള വോട്ടുകളാണ് കിട്ടാൻ പോണ ഒരു സ്ഥാനാർത്ഥിക്ക് എന്നുള്ളത് ഇവിടെ ഇപ്പൊ ആരുമില്ല മക്കളെ. എല്ലാം നിനക്ക് ഇവിടെ വോട്ട് എവിടെയാ? ആസാമിൽ വോട്ടുകാരൻ. ആസാമിൽ വോട്ട് ചെയ്യാൻ പോവോ? തെരഞ്ഞെടുപ്പിന്റെ സമയമാണോ? എപ്പോഴാ വോട്ട്? 9-ാം തീയതി. 9-ാം തീയതിയാ? ഏത് മാസം? അടുത്ത മാസം 9-ാം തീയതി ആസാമിൽ പോയി വോട്ട് ചെയ്യും. അപ്പൊ ആസാമിൽ വോട്ട് ചെയ്യാൻ പോണ ആൾക്ക് ആസാമിൽ പോകാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കുന്ന ഈ ഒരു ചെറിയ കടയും കൂടി കയറിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നല്ല മഴയുണ്ട്, ഇരുട്ടൊക്കെയാണ്. ഇതിന് സൗണ്ട് കിട്ടണമെന്ന് എനിക്കറിയില്ല. എന്നാലും നല്ല തിരക്കുള്ള സമയത്താണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. നമസ്കാരമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഇടയ്ക്ക് മഴയും വെയിലൊക്കെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? മത്സരമുണ്ടോ? പിന്നെ മത്സരം എന്താ ഇലക്ഷന്റെ വലിയ ചൂടായി വരട്ടെ അന്നേരം പറയാം. ഇലക്ഷൻ ചൂട് എനിക്കൊരു ചൂടുമില്ല. മത്സരാർത്ഥികളെല്ലാം എത്തിയോ? എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ടവരാ. ഇത്തവണ ഒരു മത്സരം ഉണ്ടാവും. തീർച്ചയായും മത്സരം ഉണ്ടാവും. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. 3 പേരും ത്രികോണ മത്സരം തന്നെ നടക്കും. ഉറപ്പ്. എന്താണെങ്കിലും ത്രികോണ മത്സരം. ഈ വികസനത്തെ കുറിച്ച് എന്നാ പറയാനുള്ളത്? വികസനം നമുക്ക് ടൗണിലൊക്കെ എല്ലാം ഓക്കെയാ. എല്ലാം ഓക്കെയാണ്. വികസനത്തെ കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത്യാവശ്യം വികസനമൊക്കെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ ചോദിക്കാം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെല്ലാം എത്തിയോ? എന്തോ എല്ലാ സ്ഥാനാർത്ഥികളും വന്നോ? എല്ലാ സ്ഥാനാർത്ഥികളും എത്തി. ഇപ്രാവശ്യം ഈ മഴയായതും വെയിലൊക്കെ വന്ന മൊത്തം പ്രശ്നമാണോ? അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. മഴ ഇപ്പോഴല്ലേ ആയി. ഇപ്പൊ മഴ ആയുള്ളൂ. എന്നാലും ചേട്ടൻ ഈ നിയോജക മണ്ഡലത്തിൽ ഓർഡറാണ്. എവിടുത്തെയാ? നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. സ്ഥാനാർത്ഥികളൊക്കെ എത്തിയോ? സ്ഥാനാർത്ഥികൾ എല്ലാവരും എത്തി. ഇന്ന് രാവിലെ എത്തി. കഴിഞ്ഞ ആഴ്ച എത്തി. എങ്ങനെ പ്രവർത്തന മത്സരം ഉണ്ടാവും? മത്സരം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. വികസനം ഉണ്ടോ? വികസനമാണ് കുറവ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വികസനമാണ് കുറവ്. ഇലക്ഷനിൽ വികസനം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യണത്. എന്താണെങ്കിലും നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിറവം നിയോജക മണ്ഡലത്തിലെ ഇലക്ഷന്റെ ചൂടിലും തണുപ്പത്തും ഒക്കെ ആൾക്കാർ നടക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടികളെല്ലാം വോട്ടേഴ്സിനെ തേടി പോവുകയാണ്. നമ്മൾ നാളെ ഇനി കാണും. എന്താണെങ്കിലും വികസനം ഉണ്ടാകട്ടെ, പിറവം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് ക്യാമറാമാനൊപ്പം ആൽബിൻ പവർത്ത്. താങ്ക് യു വെരി മച്ച്.